ദേശീയത, ജനാധിപത്യം, മതേതരത്വം എന്നിവ സമൂഹത്തെ ബാധിച്ച രോഗമാണെന്നും ആധുനിക അന്ധവിശ്വാസങ്ങളെന്നും ജമാഅത്തെ ഇസ്ലാമി സെക്യുലറിസം, ദേശീയത, ജനാധിപത്യം എന്നിവ അംഗീകരിക്കുന്നില്ലെന്നും ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി. പ്രകാശം പരത്തുന്ന പ്രസ്ഥാനം എന്ന പുസ്തകത്തിലാണ് രാജ്യവിരുദ്ധ പ്രസ്താവനകൾ ഉള്ളത്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്ലാമിക റിപ്പബ്ലിക് തന്നെയാണ്. അതിനെയാണ് ഇവിടെ ചിലർ വെളുപ്പിച്ചെടുക്കാൻ നോക്കുന്നത്. മതരാഷ്ട്രവാദത്തിൽ നിന്നൊക്കെ പുറകിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യം, മതേതരത്വം, അതുപോലെ തന്നെ ദേശീയത, ഈ മൂന്ന് കാര്യങ്ങളും സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന രോഗമാണ് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. മറ്റൊന്ന്, ദേശീയത രാഷ്ട്രവുമായി ബന്ധപ്പെട്ടായാലും സമുദായവുമായി ബന്ധപ്പെട്ടായാലും ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നില്ല. ദേശീയതയെ ആധുനിക അന്ധവിശ്വാസങ്ങൾ എന്ന് വിളിക്കാൻ ജമാഅത്ത് ധൈര്യം കാണിച്ചു എന്നുകൂടി ആ പുസ്തകത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെ ആ പുസ്തകത്തിന്റെ ആദ്യ പേജുകളിൽ കൃത്യമായി ജമാഅത്തെ ഇസ്ലാമി അടയാളപ്പെടുത്തുന്നതാണ്. തങ്ങളുടെ ഉദ്ദേശം ഇങ്ങനെയാണ്. മറ്റൊന്ന്, ജനാധിപത്യത്തെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുന്നുണ്ട്. ജനാധിപത്യം വേണം, പക്ഷേ ഇവിടെ ജനങ്ങൾ പ്രതിനിധികളെ ജനാധിപത്യപരമായി ആളുകളെ തെരഞ്ഞെടുത്തോട്ടെ, പക്ഷേ ഇവിടെ നിയമം നടപ്പിലാക്കുന്നതിനുള്ള അധികാരം അത് അള്ളാഹുവിന് മാത്രമായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ നിന്ന് തന്നെ കൃത്യമായും വ്യക്തമാണ് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ്, ഇസ്ലാം മതരാഷ്ട്രമാണ് അവരുടെ ലക്ഷ്യമെന്ന് ഈ വരികളിൽ നിന്ന് തന്നെ കൃത്യമായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇരുന്നുകൊണ്ട്, നവോത്ഥാന സമൂഹത്തിൽ ഇരുന്നുകൊണ്ടാണ് ജനാധിപത്യവും മതേതരത്വവും ദേശീയതയും ഒക്കെ തന്നെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന രോഗമാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി കൃത്യമായി അവരുടെ നയം വ്യക്തമാക്കിക്കൊണ്ട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്.